ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ബാഗ ബീച്ചിലെ കാഴ്ചകളും കലങ്കുട്ട ബീച്ചിലെ കാഴ്ചകളുമാണ്. ബാഗ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗോവയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ് ബാഗ ബീച്ച്. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ബീച്ചാണ്. ബാഗ ബീച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ബോട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഉള്ളൊരു ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെളുത്ത മണൽത്തരികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പാ ഉണ്ട്. ഭയങ്കര നീണ്ടു കിടക്കുന്ന വലിയൊരു ബീച്ചാണിത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ കടലിറങ്ങി കുളിക്കുന്നുണ്ട്. ഇവിടെ കടലിറങ്ങി കുളിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഈ ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്നത് 2000 രൂപയാണ്. 2000 രൂപയ്ക്ക് ബോട്ടിൽ കയറി നമ്മളോട് ഒരാളും കൂടി ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഈ സ്പീഡ് ബോട്ട് ഓടിച്ച് നമുക്ക് കടലിൻ്റെ അകത്തേക്ക് പോകാൻ സാധിക്കും. നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന വലിയൊരു ബീച്ചാണ് ബാഗ ബീച്ച്. അപ്പോൾ ആ കടൽ തിരമാലയുടെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ആ കരയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബീച്ചിൽ പലതരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറുതും വലുതും പല തരത്തിലുള്ള ബോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. നമ്മളിപ്പോൾ ഈ ബീച്ചിൽ നിൽക്കുന്നത് ഒരു വൈകുന്നേരം ടൈമിലാണ്. ബീച്ച് കുറച്ചും കൂടി ഒരു ഇരുട്ടായി തുടങ്ങുമ്പോൾ കുറേയും കൂടി ആക്റ്റീവായിട്ട് മാറും. ഇവിടെ സ്പാ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ കടലിറങ്ങി കുളിക്കുന്നുണ്ട്. അപ്പോൾ കുളിക്കുന്ന ആൾക്കാർ തീരത്തുനിന്ന് കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയോ തിരമാലയ്ക്ക് ഹൈറ്റ് കൂടുകയോ അങ്ങനെ അപകട സാധ്യതകൾ ഉണ്ടാകുമ്പോൾ ആളുകളെ അവയർനെസ് ചെയ്യുന്നതിന് വേണ്ടി അടിക്കുന്ന ഹോണാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കടലിൽ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുളിക്കാൻ ഇറങ്ങുന്ന നേരത്ത് തിരമാല നോർമലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് തിരമാലയുടെ ഉയരവും ഫോഴ്സൊക്കെ കൂടി വന്നു. അപ്പോൾ കടലിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുവരെ നോർമലി അവിടെ നിന്ന് കുളിക്കായിരുന്നു. അപ്പോൾ ആ തിരമാലയുടെ ഫോഴ്സും ഹൈറ്റൊക്കെ കയറി വന്നപ്പോൾ ഈ തീരത്തിരിക്കുന്ന ഇവർ തന്നെ പറഞ്ഞു കുറച്ചുകൂടി കയറിയിരിക്കാൻ. അതുപോലെ നമ്മളെ ഭയങ്കര അധികം സേഫായിട്ടുള്ളൊരു ബീച്ചാണ്. നമ്മുടെ കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അവർ ഗൈഡ് ലൈൻസ് തരും. ആ ഗൈഡ് ലൈൻസ് നമ്മൾ അനുസരിച്ചാൽ മതി. നല്ല രസമുള്ളൊരു ബീച്ചാണ്. ഇങ്ങനെ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ കടൽ വെള്ളം ഇങ്ങനെ തീരത്തേക്ക് ഇങ്ങനെ അടിക്കുന്ന ആ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ബിയർ പാർലറുകളാണ്. നമുക്ക് ഇവിടെ നിന്നിരുന്ന് ബിയറും കഴിക്കാം. നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ കടലിലേക്ക് തിരിച്ചിട്ടിരിക്കുന്ന കുടയും അതുപോലെ ചെറിയ കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ഒരുപാട് ഹോട്ടൽസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു ആള് അവിടെ കിടന്നിരുന്നൊരു കുപ്പിച്ചില്ലെടുത്ത് തന്നെ കാണിക്കുന്നതാണ്. മണലിൽ കിടന്നിട്ട് അദ്ദേഹം അതെടുത്ത് കൊണ്ടുപോയി കളയുന്നതാണ്. അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന 2 പേരാണ്. നമ്മുടെ ഇന്ത്യക്കാരല്ല, പുറത്തുള്ള വിദേശികളാണ്. അങ്ങനെ അവർ സംസാരിച്ച് അവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. തീരത്ത് കിടക്കുന്ന സെയിൽ ബോട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. സെയിൽ ബോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഇത് ചലിപ്പിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതാണ്. ഇത് നമുക്ക് റൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. നമുക്കപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കടലിലേക്ക് ഇറക്കാൻ പോകുന്നേ ഉള്ളൂ. സെയിൽ ബോട്ട് ഇപ്പോൾ കടലിലേക്ക് ഇറക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ സെയിൽ ബോട്ടിൽ കയറാനുള്ള ആളുകൾ എത്തി. അപ്പോൾ സെയിൽ ബോട്ട് കടലിലേക്ക് ഇറക്കാണ്. ഈ സെയിൽ ബോട്ടിൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് 2100 രൂപയാണ്. ഈ സെയിൽ ബോട്ട് കടലിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതിൽ കയറി യാത്ര ചെയ്യുന്നതിന് അവർ ചാർജ് ചെയ്യുന്നത്. നോർമലായിട്ട് 3 പേർക്കാണ് ഈ റേറ്റ് വരുന്നത്. അതായത് കടൽ കുറച്ച് തിരമാലയൊക്കെ ശക്തമായിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ 3 ആൾക്കതിൽ യാത്ര ചെയ്യാൻ പറ്റൂ. കടൽ കുറച്ച് ശാന്തമായിട്ടുള്ള അവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് 4 പേർക്ക് ഈ 2100 രൂപയ്ക്ക് പോകാം. അപൂർവമായിട്ട് നമുക്ക് 5 പേർക്ക് വരെ പോകാം. അത് കടലിൻ്റെ ആ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അതിപ്പോൾ ഒരാളായാലും 3 ആളായാലും 2100 രൂപ നമുക്ക് ഇവർക്ക് ചാർജ് ചെയ്യണം. 3 ആൾ കൂടി ഷെയർ ചെയ്തോ പോകുന്നതായിരിക്കും ലാഭം. വളരെ രസകരമായിട്ടുള്ളൊരു റൈഡാണ്. ഈ റൈഡിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഈ കടലിൻ്റെ തിരമാലയുടെ ഇതിൽ ആ കാറ്റിൻ്റെ ഇതിലൊക്കെ പിടിച്ച് ഇങ്ങനെ പൊങ്കിന്താന്നൊക്കെ കടലിൻ്റെ കുറച്ചുള്ളിലേക്ക് പോകും. ഒരു കുറച്ചധികം ഉള്ളിലേക്ക് ഇതിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ഗോവയിലെത്തുന്ന ആളുകളുടെ പ്രധാനമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റുകളിലൊന്നാണ് ഈ സെയിൽ ബോട്ട് യാത്ര. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക.
അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവിടെ നിന്നൊരു സായിപ്പ് ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ട അതേ സായിപ്പ് തന്നെയാണ്. ഞാനിപ്പോൾ ആളായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചായിരുന്നു. ആൾ ഗോവയിലെത്തിയിട്ട് ഏതാണ്ട് 8 മാസത്തിന് മുകളിലായി ഗോവയിലെത്തിയിട്ട്. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ ഗോവയിൽ ഒരുപാട് പേര് വിദേശികൾ വന്ന് ഇങ്ങനെ റിസോർട്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഹോട്ടൽ റൂമൊക്കെ എടുത്ത് 7-8 മാസമൊക്കെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കടലിൻ്റെ തീരത്ത് ഈ ജീപ്പ് ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര മനോഹരമായിട്ടൊരു കാഴ്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെപ്പോഴും പറയാറില്ലേ, ഈ ഉപ്പുവെള്ളത്തിൽ കൂടെ പോണ വണ്ടികൾക്ക് പെട്ടെന്ന് തുരുമ്പൊക്കെ പിടിക്കുന്നു. ആ അവസ്ഥ അറിയണമെങ്കിൽ ഈ ജീപ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. സൈഡിലായിട്ട് കണ്ടില്ലേ, മണലിൽ കുഴി കുത്തി കളിക്കുന്ന വിദേശികളാണ്. ഇവിടെ വരുന്ന മിക്ക ആളുകളുടെയും ഒരു ഹോബിയൊക്കെ തന്നെയാണ് ഈ മണലിൽ കുഴി ഉണ്ടാക്കുക, മണലും കൊണ്ട് ഈ ചെറിയ പോലെ ഇങ്ങനെ. ഇത് ഗോവയിൽ മാത്രമല്ല, എല്ലാ കടൽ തീരത്തും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. അങ്ങനെ ബീച്ചിലെ ലൈറ്റുകളൊക്കെ പയ്യെ ഇട്ട് തുടങ്ങി. ഏകദേശം ഇപ്പോൾ ഒരു 6:30 സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബീച്ചിലേക്ക് കടൽ തീരത്തേക്കായിട്ട് കസേരകളും ടേബിളും എല്ലാം ഇട്ട് അവിടെ DJ പാർട്ടിക്ക് വേണ്ടിയുള്ള ലൈറ്റുകളും ചെറിയ ഡാൻസുകളൊക്കെ തുടങ്ങി. നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ട ആ ഒരു ബീച്ചിൻ്റെ സ്വഭാവം മൊത്തത്തിൽ പയ്യെ മാറി തുടങ്ങുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഗോവ എന്ന് പറയുന്നത് നൈറ്റ് ലൈഫിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഗോവ. അവിടെ ഗോവയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യുന്നതും നൈറ്റ് ലൈഫാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ വന്നു തുടങ്ങി. നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ട സ്ഥലം ആണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ആ ബീച്ചും ആ ബീച്ചിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളെല്ലാം പെട്ടെന്ന് മാറി. ബാഗ ബീച്ചിലെ കടലിലാണ് കുളിച്ചത്. അങ്ങനെ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. ഹോട്ടലിൽ കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ അടുത്ത ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. കലംകുട്ട ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ബീച്ചിലേക്ക് ഹോട്ടലിൽ നിന്ന് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ പോകുന്ന വഴിയിലായിട്ട് വന്നൊരു 4 കൂടിയ ജംഗ്ഷനാണ്. അവിടെ നിന്നിട്ട് ഞാനൊരു കറക്കി 360 ഡിഗ്രിയിലുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. കടകളായാലും ടാറ്റു സെൻറ്റേഴ്സ് ആയാലും ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലത്തുള്ള തുണി ഐറ്റംസാണ്. ഇവിടെ ഒരുപാട് തുണിക്കടകളുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഇവിടെ എത്തുന്ന എല്ലാവരും തന്നെ ഇത്തരം ഗോവയിലെ ഈ കടകളിൽ നിന്ന് ഫാൻസി രീതിയിലുള്ള ഷർട്ടും എല്ലാം മേടിക്കാറുണ്ട്. മിക്കവരും തന്നെ ഇവിടെ നിന്ന് വാങ്ങുന്ന ഗോവയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് ബീച്ചിലും ഇവിടെയൊക്കെ നടക്കുന്നത് ഞാൻ പൊതുവേ കാണാറുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ബിവറേജസ്. ഇവിടെ ഒരുപാട് ബിവറേജസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. കാരണം ഗോവ ഈ കാര്യത്തിൽ വളരെയധികം ഫേമസ് ആണ്. ഇവിടെ ഈ പറയുന്ന മദ്യത്തിന് വളരെയധികം വിലക്കുറവാണ്. നമ്മുടെ നാട്ടിലെ കിട്ടുന്ന മദ്യത്തിൻ്റെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വിലക്കുറവാണ്. ഏകദേശം ഒരു പകുതിക്കൊക്കെ അടുത്തായിട്ട് ഇവിടെ മദ്യം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മദ്യ ഷോപ്പുകളാണ് ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നിയതും. അതുപോലെ തന്നെ ഒരു മദ്യ ഷോപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നടത്താൻ മദ്യ ഷോപ്പ്. ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, അത്രയും അടുത്തടുത്താണ് മദ്യ ഷോപ്പുകൾ വരുന്നത്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കലംകുട്ട ബീച്ചിലേക്കാണ്. ആ പോകുന്ന വഴിയിലുള്ള ആളുകളുടെ തിരക്കും ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം ആ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ കടകളിലും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല ആളുകളും തിരക്കും ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് കശുവണ്ടി. ഇവിടെ ഒരുപാട് ഫസ്റ്റ് ക്വാളിറ്റി കശുവണ്ടീസ് നമുക്ക് മേടിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഇവിടുന്ന് ഒരുപാട് കശുവണ്ടി മേടിക്കുന്നതാണ്. പക്ഷേ എനിക്ക് വില ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിനേക്കാളും വിലയുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി. ബീച്ചിലെത്തി കഴിയുമ്പോൾ നമ്മുടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. കാരണം LED ലൈറ്റ്സും അതുപോലെ ഐ ലവ് യു ഗോവ എന്നൊക്കെ എഴുതി നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പാകത്തിന് വളരെ മനോഹരമായിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള ബീച്ച് മുഴുവൻ അലങ്കരിച്ച് ലൈറ്റും കൊണ്ടൊക്കെ അലങ്കരിച്ച് വരുന്ന ആളുകളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു ഗോവയെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഗോവയുടെ ഏറ്റവും വലിയ അട്രാക്ഷനും ഗോവയിലെത്തുന്ന ആളുകൾ ആഗ്രഹിക്കുന്നതും. ഗോവയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ നൈറ്റ് ലൈഫാണ്. ഒരു ചെറിയ ബീറൊക്കെ കഴിച്ച് ആ കടൽ തീരത്തായിട്ട് അവിടെ ഇരുന്ന് ചെറിയ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആഘോഷത്തിൻ്റെ മറ്റൊരു പേരാണ് ഗോവ എന്ന് എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അതാണ്. അതായത് നമ്മുടെ ഒരു ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗോവയിലേക്ക് വരാം. ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2:30-3 മണി വരെയൊക്കെ ഈ ബീച്ചുകൾ ഭയങ്കര ആക്റ്റീവായിരുന്നു.
ഗോവയിലെ എല്ലാ ബീച്ചുകളും ഏറ്റവും ആക്റ്റീവ് ആവുന്നതും ഏറ്റവും കളർഫുൾ ആവുന്നതും നൈറ്റാണ്. നമ്മൾ ആദ്യം പോയത് ബാഗ ബീച്ചിലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കലംകുട്ട ബീച്ചിലാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നിടത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ബാഗ ബീച്ചിലെയും കലംകുട്ട ബീച്ചിലെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വ്ളോഗിൽ കാണും വരേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. താങ്ക് യു.